ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു അടിപൊളി കാര്യം ഡ്രൈവിംഗ് ആണെന്ന് തന്നെ ഞാൻ പറയൂ കേട്ടോ. പണ്ട് തൊട്ടേ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് വലുതാവുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അതിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വർക്കലയിലോട്ട്. എൻ്റെ കൂടെ ഇന്ന് രണ്ട് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണുള്ളത്, ജിൻസേച്ചിയും കുക്കു. ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ ഈ കോട്ട് സെറ്റ് എടുത്തിട്ടോ. ഈ ഒരു പീസ് അല്ല വേറൊരു പീസ് എടുത്തു. ഞങ്ങളുടെ പ്ലാനിലുള്ള ഒരു ടൈമിങ്സ് എന്ന് പറയുന്നത് രാവിലെ 11 to വൈകുന്നേരം 5 മണിയായിരുന്നു. ഗേൾസ് തിങ്സ്. സത്യം പറഞ്ഞാൽ വർക്കലയിലൊക്കെ പോകാൻ നല്ല ടൈമിങ്സ് എന്ന് പറയുന്നത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ടൈമാണ്. ഈ പെൺമക്കളുള്ള പേരൻസിന് എപ്പോഴും ഒരു ടെൻഷൻ തന്നെ ആയിരിക്കും നമ്മൾ വീടിന്റെ വെളിയിലേക്ക് എവിടെ പോയാൽ. ഇപ്പൊ എന്റെ വീട്ടിൽ ഓക്കെ ആണെന്ന് വെച്ച് എല്ലാവരുടെ വീടുകളിൽ ഓക്കെ ആവണം എന്നില്ല. അത് എപ്പോഴും നമ്മുടെ പേരൻസിന് ഒരു കൺസേൺ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴായിരിക്കും അതിന്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇനിയും ഞങ്ങൾ അവിടെ നിന്നാൽ ഞങ്ങൾ ബ്രോയിലർ കോഴി ആവുന്ന ഓർത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാനൊരു ആൽഫ്രെഡോ പാസ്ത ആയിരുന്നു പറഞ്ഞിരുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും എനിക്ക് ആ ടേസ്റ്റ് എൻ്റെ വായിലുണ്ട്. അൺഎംപ്ലോയ്മെന്റ് അറ്റ് ഇറ്റ്സ് പീക്കിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചൂടത്ത് ഒരു ചായ കുടിക്കാൻ കാണിച്ച എൻ്റെ ഒരു മനസ്സേ. പിന്നെ ഞങ്ങൾ കഫേ 77 പോയിട്ട് ടിറാമിസും കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.